ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ രാസലഹരിക്കെതിരായി വലിയ പ്രതിരോധം സൃഷ്ടിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന മധുരം ജീവിതം ലഹരി വിരുദ്ധ ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓണക്കളി മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന നാടൻപാട്ട് മത്സരം ഫോക്ലോർ അക്കാദമി ജേതാവ് ഗിരീഷ് മുരിയാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, മുൻ MLA പ്രൊഫസർ KU അരുണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ജെ ചിറ്റിലപ്പള്ളി, KR ജോജോ, ബിന്ദു പ്രദീപ്, KS തമ്പി, TV ലത, ലിജി രതീഷ്, ഇരിങ്ങാലക്കുട DYSP CL ഷൈജു, മുകുന്ദപുരം തഹസിൽദാർ സിമേഷ് സാഹു, എക്സൈസ് ഇൻസ്പെക്ടർ N ശങ്കർ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, ഗ്രാമിക കലാവേദി പ്രസിഡന്റ് PK കിട്ടൻ, പ്രോഗ്രാം കൺവീനർ RL ജീവൻലാൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ നഗര കേന്ദ്രങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തവണ ലഹരിമുക്ത നവകേരളം കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാസലഹരിക്കും മയക്കുമരുന്നിനുമൊക്കെ എതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എല്ലാ കലാ പരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ മധുരം ജീവിതം എന്ന നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ സന്ദേശം കൂടി പ്രചരിപ്പിക്കണം എന്നാണ് നാം തീരുമാനമെടുത്തത്. ഇരിങ്ങാലക്കുട മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ലഹരി വിമുക്ത ആശയങ്ങളുടെ പ്രചരണം കൂടി ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങളെ കൂടുതലായി കലാ കായിക വേദികളിലേക്കും വായനശാലകളിലേക്കും ആകർഷിക്കുക എന്നുള്ളതാണ് രാസലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന കാഴ്ചപ്പാട് കൂടി അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തിലേക്ക് സജീവമായി കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായും ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായ ചുമതലയാണ്. ഇത്തവണ വർണ്ണക്കുട സ്പെഷ്യൽ എഡിഷൻ എന്ന നിലയിൽ നമ്മൾ സംഘടിപ്പിച്ചത് നാടൻപാട്ട് മത്സരവും ഓണക്കളി മത്സരവുമാണ്. ഈ രണ്ട് കലാരൂപങ്ങളും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന വളരെ നൈസർഗികമായ തനത് കലാരൂപങ്ങളാണ്. അതിൻ്റെ ആസ്വാദകരും സമൂഹത്തിലെ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ടാണ് ജീവനും ചൈതന്യവുമുള്ള ഈ രണ്ട് കലാരൂപങ്ങളെ ആസ്പദമാക്കി നമുക്ക് ഓണാഘോഷം ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. ഇന്ന് രാവിലെ